വിവോയുടെ വിവോ Y400 Pro 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y400 Pro 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 4500 nits ആണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 182 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.49 mm ആണ്. പിന്നെ IP65 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെയും പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 10ഓളം 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ LPDDR4X റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. വെറ്റ് ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് ഫോണിൻ്റെ മുകളിൽ ചെറിയ രീതിയിലേക്ക് വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ലാതെ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. Android 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സോണി IMX882 സെൻസറാണ്. OSൻ്റെ സപ്പോർട്ട് വരുന്നില്ല. പിന്നെ 2 MP f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഫ്രണ്ടിൽ 32 MP f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 5500 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ Type C ചാർജിംഗ് പോർട്ടാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 24,999 രൂപയാണ്. 8GB റാം 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 26,999 രൂപയാണ്. ജൂൺ 27 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2500 രൂപയുടെ വരെ ഓഫും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഇപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാവുന്നതാണ്. കേർവ്ഡ് ഡിസ്പ്ലേ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ചില ഫോണുകളിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 1.5K റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. എന്നാലും ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെയാണ്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാം. പിന്നെ ബാറ്ററി സെറ്റപ്പും അത്യാവശ്യം നല്ല ബാറ്ററി സെറ്റപ്പൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ വരുന്നുണ്ട്. പിന്നെ വളരെ മികച്ച ബാറ്ററി കപ്പാസിറ്റി ആണ് എന്ന് പറയാനും പറ്റില്ല. ഇപ്പോഴത്തതിൽ പല ഫോണുകളിലും 6000 mAh ബാറ്ററിയും 7000 mAh ബാറ്ററിയൊക്കെ വരുന്നുണ്ട്. എന്നാലും അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് എന്നും പറയാം. പക്ഷേ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഇതിൽ OSൻ്റെ സപ്പോർട്ട് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മിസ്സിംഗ് ആണ്. അപ്പം ക്യാമറയുടെ കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ഉണ്ട്. പിന്നെ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. ഇപ്പോൾ MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ ഡിസപ്പോയിൻറ്റിംഗ് ആണ് എന്ന് പറയേണ്ടി വരും. ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ തന്നെ സ്നാപ്ഡ്രാഗൺ 8s Gen 3 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ MediaTek Dimensity 8400 Ultra എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഗെയിമിങ്ങും അതുപോലെ തന്നെ പെർഫോമൻസ് ഒക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ വളരെ മികച്ചൊരു ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും ബാറ്ററി സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മിസ്സിംഗ് ആണ്. OSൻ്റെ സപ്പോർട്ട് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ പ്രോസസ്സർ അത്ര മികച്ചതല്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ വരുന്നുണ്ട്.
അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.